എല്ലാവർക്കും നമസ്കാരം. സയന്റിഫിക് ഓഫീസർ കെമിസ്ട്രിയുടെ എക്സാം കഴിഞ്ഞു. ഈ വീഡിയോ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് MSc ഫിസിക്സ് പഠിച്ച്, അതായത് സയന്റിഫിക് ഓഫീസർ ഡോക്യുമെന്റ്സിന് വേണ്ടി പഠിക്കുന്ന ഫിസിക്സുകാരാണ്. കാരണം കെമിസ്ട്രിയുടെ എല്ലാ ടോപ്പിക്കും പഠിച്ചേ പറ്റത്തുള്ളൂ. കാര്യം 50 മാർക്കിന് കെമിസ്ട്രി, 50 മാർക്കിന് ഫിസിക്സുമാണ്. അപ്പോൾ MSc കെമിസ്ട്രിക്കാർ കെമിസ്ട്രിയുടെ ഫുള്ള് പഠിച്ചേ പറ്റത്തുള്ളൂ. പക്ഷേ ഫിസിക്സുകാർക്ക് എല്ലാ ടോപ്പിക്സും പഠിക്കാൻ പാടാണ്. അപ്പോൾ ഇന്നലത്തെ എക്സാം കഴിഞ്ഞു. ഞാൻ എക്സാം എഴുതിയതാണ്. അപ്പോൾ എക്സാം നടക്കുമ്പോൾ തന്നെ ഞാനും കുറേ എക്സാം പേപ്പറിന് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഞാൻ കുറേ മാർക്ക് ചെയ്തു. അതായത് ഫിസിക്സുകാർ കുറേ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സുകളെല്ലാം ഇത് നമ്മുടെ ഫാക്കൽറ്റീസോട് ഡിസ്കസ് ചെയ്തു. അവരോടൊക്കെ ചോദിച്ചു, ഇത് ഫിസിക്സുകാർക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്സ് ഇതൊക്കെ പഠിച്ചാൽ മതിയോ? അങ്ങനെ അവർ കുറേ ടോപ്പിക്ക് പറഞ്ഞു തന്നു. ആ ടോപ്പിക്ക് എങ്കിലും ഫിസിക്സ് ക്വാളിഫിക്കേഷൻ ഉള്ളവർ നാളത്തല്ല അടുത്ത എക്സാമിന് പോകുമ്പം പഠിച്ചിട്ട് വേണം പോകാൻ. അതുകൊണ്ടാണ് പറഞ്ഞത് ഷുവർ കെമിസ്ട്രി ടോപ്പിക്സ് ഫോർ ഡോക്യുമെന്റ് എക്സാം. ആർക്ക് വേണ്ടിയുള്ളതാണ്? ഫിസിക്സുകാർക്ക് വേണ്ടിയുള്ള കെമിസ്ട്രി ടോപ്പിക്സ്. നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, ടോപ്പിക്സ് പറയാം. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ക്രൊമാറ്റോഗ്രാഫിയിൽ നമ്മൾക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. രാഹുൽ സാറിന്റെ ക്ലാസ് ആണ്. അതിൽ ഒരു പ്രിൻസിപ്പിൾസ് ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. എല്ലാം പഠിക്കേണ്ട പ്രിൻസിപ്പിൾസ് മാത്രം. ഇതിനുമായിട്ട് സ്പെഷ്യൽ ക്ലാസ് മാസ്റ്റർ കേക്കായിട്ട് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. പിന്നീട് അറ്റ്മോസ്ഫിയറിന്റെ കുറെ ബേസിക്സ് കാര്യങ്ങൾ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചത് അതുകൊണ്ടാണ്. പിന്നീട് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ്, അത് ഫിസിക്സൊക്കെ അറിയാം, ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണ്. അത് കെമിസ്ട്രിയിലുണ്ട്, ഫിസിക്സിലുണ്ട്. അത് പഠിച്ചിട്ട് നോക്കുക. പഠിക്കാത്തതാണ് നോക്കിയിട്ട് പോവുക. ടേം സിമ്പൽ പഠിച്ചിട്ട് പോവുക, ചോദിച്ചിട്ടുള്ളതാണ്. എന്താണ് പോയിന്റ് ഗ്രൂപ്പ്, അത് കുറേ മോളിക്യൂൾസിൻ്റെ പോയിന്റ് ഗ്രൂപ്പ് കാണാതെ പഠിക്കുക. അതിന് പരീക്ഷ ചോദിക്കും. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സിലെ ഫസ്റ്റ് ഓർഡറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നോക്കിക്കൊണ്ട് പോകുക. ഇതിന് മാത്രമായിട്ട് ക്ലാസ് മാസ്റ്റർ കേക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കാറ്റലിസ്റ്റ് പഠിക്കുക, റിയേജന്റ് പഠിക്കുക, ഹാമറ്റ് ഇക്വേഷൻ പഠിക്കുക, SN1 SN2 റിയാക്ഷൻ പഠിക്കുക, ആരോമാറ്റിസിറ്റി പഠിക്കുക. സോളിഡ് സ്റ്റേറ്റിൽ നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റംസ് ഒക്കെ ഉണ്ട്, അതൊക്കെ പഠിച്ചിട്ട് പോകുക. അതൊക്കെ ഡയറക്റ്റ് ചോദിച്ചു പ്രാവശ്യം. അതേ കണക്ക് മാജിക് നമ്പേഴ്സ് പഠിക്കുക. സെലക്ഷൻ റൂള്, സ്പെക്ട്രോസ്കോപ്പിലെ സെലക്ഷൻ റൂള് മാത്രമായി പഠിച്ചിട്ട് പോവുക. ബൊറൈൻസ് പഠിക്കുക. HSAB പ്രിൻസിപ്പിൾ പഠിക്കുക. നെയിംഡ് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം ഒന്നും പഠിക്കണ്ട. നെയിംഡ് ഓർഗാനിക് റിയാക്ഷൻസ് പഠിക്കുക. റിയാക്ടൻറ്റും പ്രോഡക്റ്റും അവരുടെ സ്ട്രക്ചർ ജസ്റ്റ് ഓർത്ത് പഠിക്കുക, അല്ലാതെ മെക്കാനിസം ഒന്നും പഠിക്കണ്ട. റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ പഠിക്കുക. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കും. റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ട് പോകുക. അതും വേറെ മെക്കാനിസം ഒന്നും പഠിക്കേണ്ട. ആരാണ് റിയാക്ടൻസ്, ആരാണ് പ്രോഡക്റ്റ് എന്നൊരു ഇന്റർമീഡിയറ്റ് ഉണ്ട്, ആ കാര്യം മാത്രം പഠിക്കുക. പിന്നീട് കണ്ടൻസേഷൻ റിയാക്ഷൻ പഠിക്കുക, ESR പഠിക്കുക, HSAB റിയാക്ഷൻ എക്സാമ്പിൾസ് പഠിക്കുക. ഓക്കെ, പിന്നെ എന്താണ് റോൾ ഓഫ് മെറ്റൽസ് ഇൻ ബയോളജിക്കൽ സിസ്റ്റം, ഹീമോഗ്ലോബിൻ, നൈട്രജൻ ഫിക്സേഷൻ, മെറ്റാലോ എൻസൈംസ് ആൻഡ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് പഠിച്ചുകൊണ്ട് പോവുക. ദിവസമുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിരിക്കും ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മുടെ സിലബസ് കംപ്ലീറ്റഡ് ആണെങ്കിലും MSc ഫിസിക്സ് കഴിഞ്ഞവർക്ക് വേണ്ടി കെമിസ്ട്രിയുടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്നും കൂടെ ഒരു റിവിഷൻ കണക്കെടുത്ത് തരുന്നതായിരിക്കും. അതെല്ലാം തന്നെ വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ആപ്പിൽ ലഭ്യമാകും. ഇനിയും മാസ്റ്റർക്ക് അക്കാഡമി ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ജോയിൻ ചെയ്യുക, പഠിക്കുക. ഒരിക്കലും ഈ 22 ടോപ്പിക്സ് മിസ്സാക്കരുത്. ഒരു 10 മാർക്കിനുള്ളതെങ്കിൽ ഇതിനകത്ത് കിട്ടും. 23 ടോപ്പിക്സ് ഒരിക്കലും മിസ്സാക്കരുത്. കാര്യം ഞാനിത് പറയട്ടെ, ഓരോന്നും പറഞ്ഞുതരാം. അപ്പം എക്സാമ്പിൾ വെച്ച് പറഞ്ഞു, മാജിക് നമ്പേഴ്സ്. എന്താ മാജിക് നമ്പർ പറഞ്ഞത്? ഇത്തവണ കെമിസ്ട്രിക്ക് ചോദിച്ചു, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. സോളിഡ് സ്റ്റേറ്റിൽ നിന്നും +2 ലെവലിൽ മാത്രം പഠിച്ചാൽ മതി. ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ ആണല്ലോ? അപ്പോൾ അതുകൊണ്ട് പറയുന്നു, ഓരോന്നും പ്രധാനപ്പെട്ടതാണ്. ടേം സിമ്പിൾ പഠിക്കുക, എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്നതാണ്. പോയിന്റ് ഗ്രൂപ്പ്, കുറേ മോളിക്യൂൾസിനെ കാണാൻ പഠിക്കുക. അത് തന്നെ പരീക്ഷ ചോദിക്കും. അപ്പോൾ ഇത്രയും പഠിച്ചുകൊണ്ട് വളരെ കോൺഫിഡൻ്റ് എക്സാമിന് പോവുക. താങ്ക് യു.